കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് കിരണിന്റെ കല്യാണിന്റെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ നമ്മൾ കാണുന്ന കല്യാണിയും കിരണും ചേർന്ന് മനോഹറിനെ പഞ്ഞിക്കിടുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ സോണിയെ കാണാനായിട്ട് കല്യാണിയും കിരണും പോകുന്നുണ്ട്, സോണിനെ ആൽബിനെയും കാണാനായിട്ട്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടത് ഭാനുമതി അമ്മ വന്നിട്ട് സരുവിന്റെ ശാരിയോടും എനിക്ക് എന്തേലും ഒരു ജോലി തരണം, എനിക്ക് വേറെ നിർവൃത്തിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവസാനം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇവിടെ വന്ന് ജോലി ചെയ്തോ, വീട്ടുപണിയൊക്കെ ചെയ്തോ, അതിനുള്ള കുറച്ച് ശമ്പളം തരാമെന്ന് പറയാം. അങ്ങനെ സന്തോഷത്തോടു കൂടിയാണ് ഭാനുമതിയമ്മ പോകുന്നത്. അപ്പം ഭാനുമതിയമ്മ പോയതുകൊണ്ട് പറഞ്ഞു, ഇത് കല്യാണിക്കിട്ട് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അവസരം, അവൾക്കൊരു പണി കൊടുക്കാൻ നോക്കിയിരിക്കുമായിരുന്നു ഞാൻ. അവളെ കൊണ്ട് ജയിക്കാൻ പറ്റില്ല, പക്ഷെ അവളുടെ അമ്മൂമ്മനെ കൊണ്ട് അവളുടെ മുന്നിൽ കൂടെ ഞാൻ ഇവിടെ മിറ്റം അടിപ്പിക്കും, പാത്രം തെപ്പിക്കും, എല്ലാ ജോലികളും ചെയ്യും. അതൊക്കെ കണ്ടിട്ട് അവൾ നാണം കെട്ട് തല കുനിക്കണമെന്ന് സരി പറയാം. ചാരി പറഞ്ഞു, മോളുടെ ബുദ്ധി എന്താളും കൊള്ളാം, പിന്നെ അല്ലാതെ ഞാൻ പിന്നെ അവരെ ഇങ്ങോട്ട് വെറുതെ പിടിച്ച് കയറ്റുമേ, എനിക്ക് എന്നെ അതിന് മാത്രം ഭ്രാന്തുണ്ടോയെന്ന് ചോദിക്കുക. അങ്ങനെ അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് സോണിയെ കാണാനായിട്ട് കല്യാണിയും കിരണും ചെല്ലുന്നുണ്ട്. അപ്പം ആലിപ്പിക്ക് എങ്ങനെയുണ്ടോ കുറവായെന്നൊക്കെ അറിയാൻ വേണ്ടി ചെല്ലുന്നത്. അപ്പം സോണി പറഞ്ഞു, ഇപ്പം കുഴപ്പമൊന്നുമല്ല ആലിബേണ്ട, അടുത്ത ദിവസം ഡിസ്ചാർജ് ആണെന്നോ ഡോക്ടർ പറഞ്ഞു. എന്നെ കാണാനായിട്ട് അമ്മൂമ്മ വന്നിട്ടുണ്ടായിരുന്നു പറയാം. ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ വെച്ച് ഞാൻ രണ്ടെണ്ണം പറഞ്ഞാൽ വിട്ടേന്നൊക്കെ പറയുക. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സോണി പറഞ്ഞു, അവരുടെ എത്രയാന്ന് പറഞ്ഞാൽ അവരുടെ അഹങ്കാരം കുറയാൻ പോകുന്നില്ല. കല്യാണി നീ സൂക്ഷിച്ചോ, നിന്റെ അടുത്ത് വന്നിട്ട് സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് മാറി ചെയ്തിട്ട് അവർ തിരിഞ്ഞു കൊത്തുന്ന ടൈപ്പ്, അറിയാലോ അവരുടെ സ്വഭാവം, നല്ലവണ്ണം നീ മനസ്സിലാക്കിയതല്ലേന്ന് ചോദിക്കും. കിരൺ പറഞ്ഞു, ഞാനും അത് കല്യാണ്ട് പറഞ്ഞു, ഇവള് കാണാൻ ഭയങ്കര സഹതാപ, വീട്ടിൽ വന്ന് പോയതിന് ശേഷം ഇവള് പറയുന്നേ എന്തേലും ജോലി കൊടുക്കായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ വിളിച്ച് നിർത്തായിരുന്നു, പക്ഷെ അമ്മ സമ്മതിച്ചില്ല, അതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ കല്യാണി വേണമെങ്കിൽ വീട്ടിൽ നിർത്തിയാണെന്ന് പറയാം. സോണി പറഞ്ഞു, അതൊരു കാരണവശാലും പാടില്ല, അവരെ വീട്ടിൽ വിളിച്ച് കയറ്റിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി നിന്റെ കുടുംബജീവിതം താർന്ന, അറിയാലോ. ശരിയെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ഞാനൊന്ന് അച്ഛനെ കണ്ടു വരട്ടെ എന്ന് പറഞ്ഞിട്ട് കല്യാണി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. കല്യാണി ഇനിയിപ്പോൾ പ്രകാശൻ അവിടെ കിടക്കുമായിരുന്നു, കണ്ടടിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ സോണി കല്യാണിൻ്റെ കൂടെ വന്നു. പ്രകാശന് കല്യാണിൻ്റെ മുഖത്ത് പോലും നോക്കിയില്ല. കല്യാണി പറഞ്ഞു, ഇനിയെങ്കിലും നിങ്ങൾ നന്നാവാൻ നോക്ക്, ഇപ്പൊ 2 അറ്റാക്ക് കഴിഞ്ഞല്ലോ, ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഇനി പഴയ പോലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് അങ്ങനെ എന്തേലും സ്വഭാവം എടുക്കാനെങ്കിൽ ഇനി ഞാൻ തിരിഞ്ഞു പോലും നോക്കില്ല, അറിയാലോ. ഇനി എന്നെ കൊണ്ട് സഹായിക്കാനൊന്നും പറ്റില്ല, എല്ലാവരും എതിർത്തിട്ട് പോലും ഞാൻ നിങ്ങളെ സഹായിച്ച ഒരു മനസാക്ഷിയുടെ പേരില്ല, പക്ഷെ ഇനി എന്നിൽ നിന്ന് ആ സഹായം ഒന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് കല്യാണി അവിടെ നിന്ന് പോരുന്നത്. പോരാൻ നേരത്ത് ഭാനുമതി അമ്മയുടെ കുറച്ച് പൈസയും കൂടെ കൊടുത്തിട്ട് പോകുന്നത്. അപ്പൊ ബില്ലൊക്കെ ബാക്കി അടയ്ക്കാനുള്ള ബില്ലൊക്കെ കെട്ടിയിട്ടാണ് കല്യാണി പോരുന്നത്. പ്രകാശന് ഇതൊക്കെ അറിയാം, പക്ഷെ പ്രകാശന് അതങ്ങ് കൂടെ അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയം സരു ശാരിയോട് ചോദിച്ചു, അല്ലമ്മേ അമ്മ പോകുന്നില്ലേ, അമ്മ പോയല്ലേ കാര്യങ്ങളൊക്കെ മുന്നോട്ടുള്ളൂ, പോകാൻ മോള് ധൈര്യമായിട്ട് ഇരിക്കുക. പക്ഷെ എന്താമ്മേ, അമ്മ അവിടെ റെക്കോർഡറും വെച്ചിട്ടല്ലേ പോന്നേ, അമ്മ ഇടയ്ക്ക് അവിടെ പോയി നോക്കണ്ടേ, എന്നാലും എന്തേലും അവര് സംസാരിക്കുന്ന എന്തേലും നമുക്കറിയാൻ പറ്റുള്ളൂ. അമ്മ ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ ശരിയാന്ന് ചോദിക്കുക. മോൾ 2 ദിവസം അവിടെ വെയിറ്റ് ചെയ്യുക, 2 ദിവസം കഴിഞ്ഞ് പോവാം, നിനക്കിപ്പോൾ വയ്യാതിരിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെ അവിടെ മനസ്സമാധാനത്തോടെ പോയി നിൽക്കുന്നേ, അതുകൊണ്ടല്ലേ അമ്മ ഇവിടെ നിൽക്കണേന്ന് പറയാം. പക്ഷെങ്കിൽ ശാരിയുടെ ഉള്ളിൽ അതൊന്നും ആയിരുന്നില്ല, എത്രയും പെട്ടെന്ന് ആ DNA ഫലം കിട്ടും, അതൊന്ന് അറിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാനായിട്ട്. സരി വന്ന് സംസാരിക്കുന്ന സമയത്ത് പോലും ശാരിയുടെ ഉള്ളിൽ വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു, ഇവിടെ തൻ്റെ മോളെ ആണോ ഇനി അല്ലയോ, ദീമേ അല്ലെന്നെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ എന്ത് ചെയ്യും, അങ്ങനെ 100 ചിന്തകളായിരുന്നു. അപ്പൊ സരിയു ശ്രദ്ധിച്ചു അമ്മയുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവവ്യത്യാസമൊക്കെ. എന്താ അമ്മ ഭയങ്കര മൂഡ് ഓഫ് ആളോ, എന്ത് പറ്റി? ഒന്നുമില്ല മോളെ, എന്തേലും പ്രശ്നം ഉണ്ടായോ അവിടെ ചെന്നിട്ട്? എന്ത് പ്രശ്നം ഉണ്ടാവാനായിട്ട്, അവിടെ ഒരു പ്രശ്നം ഉണ്ടാ, സത്യം പറ, അമ്മ അവിടെ എന്തേലും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണോ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നേ? അങ്ങനെ ഒന്നുമില്ല മോളെ, അങ്ങനെ ഒരു കുഴപ്പമില്ല രൂപൻ, ഞാനോട്ട് ഒരു പ്രശ്നമില്ല, എനിക്ക് മോളെ കാണണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നേ, അതുകൊണ്ട് മോള് പേടിക്കണ്ട, അടുത്ത ദിവസം തന്നെ ഞാൻ അങ്ങോട്ട് പൊക്കോളാന്ന് പറയാം. പിന്നീട് മനോഹർ എന്ത് ചെയ്യണം, വൈകുന്നേരം ആയപ്പോഴത്തേനും മേഘനയുടെ ഫോണിലേക്ക് വിളിക്കുവാണ്. മേഘനയുടെ ഫോണിലേക്ക് വിളിച്ചു കഴിഞ്ഞിട്ട്, ഹലോ ഞാൻ ടോണി തോമസ് ഒക്കെയാന്ന് പറയാം. മനസ്സിലായി, ഇന്ന് പകല് കണ്ടേ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കല്യാണി അങ്ങോട്ട് വരുന്നത്. കല്യാണി വന്നിട്ട് ആരാന്ന് ചോദിക്കുകയാണ്. അപ്പം പറഞ്ഞു, കല്യാണി ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, അതെ ഇന്നും ഞാൻ ടെക്സ്റ്റൈൽ ഷോപ്പ് വെച്ച് കണ്ട് പരിചയപ്പെട്ട അയാൾക്ക് എന്നെ കണ്ടപ്പോൾ എന്തോ പരിചയമുണ്ടെന്ന് തോന്നി, എൻ്റെ നമ്പരൊക്കെ വാങ്ങിച്ചിട്ടാ പോയെന്ന് പറയണ. നമ്പരൊക്കെ വാങ്ങിച്ചിട്ട് പോയ അതാരാ? അങ്ങനെ എനിക്കറിയില്ല, ഞാൻ പക്ഷെ അയാൾ ആദ്യമായിട്ട് കാണുന്നതെന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണിക്ക് നല്ല സംശയം. കല്യാണി വെച്ച്, അല്ല ആ വിളിച്ച നമ്പർ ഇന്ന് കാണിക്കാമെന്ന് ചോദിക്കും. അങ്ങനെ കല്യാണിനെ ആ നമ്പർ കാണിച്ചിടും. കല്യാണി നോക്കി നല്ല പരിചയമുള്ള നമ്പർ. അങ്ങനെ കല്യാണി തന്റെ ഫോൺ എടുത്ത് നോക്കിക്കഴിയുമ്പോഴത്തേനും അത് മനോഹരൻ നമ്പരാ. കൊള്ളാലോ, അപ്പൊ ഇവൻ മേഘനെ ചൂണ്ടിയിടാൻ നോക്കിക്കുന്ന, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല,
അവനെ കയ്യോടെ പിടികൂടാൻ. കല്യാണി ഈ വിവരം നേരെ ചെന്ന് കിരണിനോട് പറയാണ്. കിരണിനോട് പറഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു, ആഹാ, അപ്പൊ അവൻ അടുത്ത നമ്പറുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവന്റെ സ്ഥിരം പരിപാടി ഇത് തന്നെയാ. അവന് ഇവിടെ കയറി കൊത്താൻ നോക്കിയേക്കുന്നു. അവനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ. അവനിട്ട് ഒരു പണി കൊടുക്കണ്ടേ കല്യാണി എന്ന് ചോദിക്കാം. ഉറപ്പായിട്ടും കൊടുക്കണമെന്ന് പറയാം. പിന്നീട് മേഘനയോട് കാര്യങ്ങളൊക്കെ പറയാം. ആ മനോഹർ ആരാന്നും എന്താന്നൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മേഘന പറഞ്ഞു, അങ്ങനെയാണ് അവനെ വെറുതെ വിടല്. അവനെ ഇവിടെ വിളിച്ചു വരും, നമുക്കിട്ട് പണി കൊടുക്കാന്ന് പറയാം. അവര് 3 പേരും കൂടി ചേർന്ന് ആ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. പിന്നീട് കിരൺ എന്ത് ചെയ്യും, മനോഹറിനെ ഫോൺ ചെയ്യാം. മനോഹറിനെ ചോദിച്ചു, നീ എവിടെയാന്ന് ചോദിക്കുക. ഞാൻ വീട്ടിലുണ്ട്. അല്ല, നീ ഇവിടെ വരുമോന്ന് ചോദിക്കുക. അതെങ്ങനെ കിരൺ സാർ, ഇപ്പം എനിക്ക് വരാൻ പറ്റില്ല, ഇവിടെ എല്ലാവരും ഉണ്ട്. ആ സമയത്ത് ഞാൻ എങ്ങനെ അങ്ങോട്ട് വരുന്നത്? എടാ അതൊന്നും കുഴപ്പമില്ല, നീ ഇങ്ങോട്ട് വാ. അറിയാലോ, നീ ഇങ്ങോട്ട് വന്നില്ലേ മിക്കവാറും ഞാൻ അങ്ങോട്ട് വരുന്നതേ. അതൊന്നും വേണ്ട, ഞാൻ കിരൺ സാറിൻ്റെ അടുത്തേക്ക് വന്നോളാം. സാറിന് എന്തെങ്കിലും കൊണ്ട് പറയാനാണോ? അതൊക്കെ വന്നിട്ട് ഞാൻ സംസാരിക്കാം, നീ ഇങ്ങോട്ട് വരാൻ പറയണേ. അങ്ങനെ മനോഹർ അകത്തേക്ക് എന്നിട്ട് ഇനിയിപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോവും, അതൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിട്ടെങ്കിൽ നിൽക്കുക. എന്തേലും പറഞ്ഞ് പുറത്തേടി പോയേ പറ്റുള്ളൂ. അങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് സാരി ചോദിച്ചു, അല്ല മനുവേട്ടൻ ഇത് എങ്ങോട്ടാ പോണെന്ന് നിൽക്കും. അത് മോളെ, എനിക്ക് പുറത്ത് വരെ പോകേണ്ട അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു, അന്ന് ഞാനും വരട്ടേന്ന് ചോദിക്കും. വേണ്ട, എനിക്ക് 1-2 പേരെ കാണേണ്ട അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് പോകുന്നത്. മോളൂര് ഞാൻ വന്നിട്ട് കൊണ്ടാന്ന് പറയാം. ശരി ആയിട്ടെന്ന് പറയാം. അങ്ങനെ ഒരു വിധത്തിൽ മനോഹർ അവിടുന്ന് പറഞ്ഞ് തടി തപ്പി നേരെ കിരണിന്റെ വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് കിരണും കല്യാണിയും എല്ലാം വെമ്പം പ്ലാനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മനോഹർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കിരൺ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. എന്നിട്ട് ചോദിച്ചു, എന്തൊക്കെയുണ്ടാ പുതിയ അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് ചോദിക്കുക. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അല്ല, നിന്റെ അമ്മായിമ്മ വന്നിട്ടൊന്നും പറഞ്ഞില്ലേന്ന് ചോദിക്കുക. എന്ത് പറയാ? ഒന്നും പറഞ്ഞില്ലേ അവര്? ഒന്നും പറഞ്ഞില്ല. എന്നാ അധികം വൈകാതെ തന്നെ എന്തേലുമൊക്കെ പറഞ്ഞോളൂ എന്ന് പറയാം. അതെന്താ കിരൺ സാറേ അങ്ങനെ പറഞ്ഞ്? എന്തോ ഒരു അർത്ഥം വെച്ചാണല്ലോ പറഞ്ഞേ. അത് നിനക്ക് പതുക്കെ മനസ്സിലാവും, നിനക്ക് മാത്രമല്ല നിന്റെ ഭാര്യയ്ക്കും മനസ്സിലായിക്കോളൂ എന്ന് പറയാം. അല്ല, നിന്റെ അമ്മായിമ്മ എന്തിനാണ് അവിടെ പോയി നിന്നേ? അത് പിന്നെ സാറേ സത്യം പറയണേ, എന്തിനാ? അതെ, എൻ്റെ ഭാര്യ കാരണമാണ് പോയി നിന്നേ. എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ അമ്മായിമ്മയ്ക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംശയങ്ങളൊക്കെ ഒന്ന് തീർക്കാനായിട്ട് പോയതാന്ന് പറയാം. മനസ്സിലായി, ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാം. ഈ സമയത്ത് കല്യാണി എന്ത് ചെയ്യുക, ഞാൻ പോയി ചായ എടുത്തോണ്ട് നമ്മൾ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാം. അങ്ങനെ മനോഹറും കിരണും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നീട് ചായ എടുക്കാൻ പോയ കല്യാണി എന്ത് ചെയ്യുവാണ്, ചായ കൊടുത്തു വിടുന്നു. മേഘനയുടെ കയ്യിലാണ് ചായ കൊടുത്തു വിടുന്നത്. അങ്ങനെ മേഘനയെ ചായയായിട്ട് അങ്ങോട്ട് കടന്നു വരുന്നേ. അങ്ങനെ ചായയൊക്കെ ആയിട്ട് വരുന്ന മേഘനയെ കണ്ട് ഞെട്ടി തിരിച്ചേക്കുവാണ് മനോഹർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മേഘന ഇവിടുത്തെ കുട്ടിയെന്ന്, അല്ലെങ്കിൽ കിരണിന്റെ ആരെങ്കിലും ആണ്, അല്ലെങ്കിൽ ഈ വീട്ടിൽ വന്നതൊന്നും മനോഹരൻ അറിയില്ലായിരുന്നു. പെട്ടെന്ന് മേഘനയെ കണ്ടതും പ്രയത്തെ കൊണ്ടൊരവസ്ഥയായി പോയി മനോഹറിന്റെ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. അങ്ങനെ ചായ കൊണ്ടുവന്നിട്ട് മനോഹറിനെ എടുത്തിട്ട്, എന്നാ ചായ എന്ന് പറയണം. ചായ എടുക്കണോ വേണോ അതോ തിരിച്ച് ഓർഡർ എന്നൊരവസ്ഥയായി പോയി. കിരൺ പെട്ടെന്ന് പറഞ്ഞു, ചായ എടുക്ക്. നീ എന്താ ചായ എടുക്കാൻ മടിക്കണേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും മനോഹർ ഞെട്ടിത്തെറിച്ച് കിരണിനെ നോക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളെ നാളെ കാണാൻ പോകുന്നത്. ഇനിയിപ്പം മനോഹറിന് അധികം ആയുസുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം മനോഹറിനെ ഇനി പഞ്ഞിക്കിടാൻ പോവാണ്. മനോഹർ കളിച്ച് മേഘനയുടെ അടുത്ത് കളിച്ച കളി അങ്ങനെ കാര്യമായിട്ട് പോവാ. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ കാണാൻ പോകുന്ന മറ്റു വിശേഷം DNA ടെസ്റ്റിന്റെ ബലം വരുവാണ്. അപ്പൊ ആ ബലം വരുമ്പോൾ അത് ഉറപ്പായിട്ടും ശാരിക്കെതിരായിട്ടായിരിക്കും വരുന്നത്. പിന്നീട് ശാരി ഇനിയിപ്പോൾ ഒരു സംഹാര താണ്ഡവം തന്നെയായിരിക്കും നടത്താൻ പോകുന്നത്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.